നിങ്ങൾ കാത്തിരിക്കുന്ന ആളുടെ കറൻറ്റ് ഫീലിങ്സാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങളുടെ ഫീലിങ്സ് വരും, തേർഡ് പാർട്ടീൻ്റെ വരും, സിറ്റുവേഷൻ വരും. എന്നാൽ ഇവിടെ എന്ത് നെഗറ്റീവ് ഉണ്ടെങ്കിലും, നെഗറ്റീവ് കാർഡുകൾ കിട്ടിയാലും അതിൻ്റെ എഫക്റ്റ് നിങ്ങൾക്ക് ഇല്ലാതിരിക്കാനും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കാനുമാണ് നമ്മൾ പ്രാർത്ഥിച്ചു തുടങ്ങുന്നതും ഈ കാർഡുകൾ കിട്ടിയ ശേഷം ഒരു ശക്തമായ മന്ത്രം ചൊല്ലുന്നതും. അപ്പോൾ ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ ഉൾപ്പെടാൻ നിങ്ങളുടെ പേരോ നക്ഷത്രമോ പങ്കാളിയുടെ പേരോ നക്ഷത്രമോ ഡേറ്റ് ഓഫ് ബർത്തോ ഒക്കെ താഴെ കമൻ്റ് ഇടുക. ഈ മക്കൾക്ക് വേണ്ടിയാണ് കാണുന്നതെങ്കിൽ അവരുടെ പേരോ ഡേറ്റ് ഓഫ് ബർത്തോ നക്ഷത്രമൊക്കെ കമൻ്റ് ഇട്ടാൽ മതി. താഴെ വന്നിട്ടുള്ള കമൻറ്റുകൾ നോക്കുക. പലരും പറയുന്നുണ്ട് വിളിച്ചു, കാണാൻ വന്നു, നല്ല മാറ്റങ്ങൾ ഉണ്ടായിന്ന് താഴെ കമൻ്റ് ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങളാണ് അത് കൊണ്ടുവരേണ്ടത്. നിങ്ങളുടെ ഉറച്ച വിശ്വാസമാണ് അതിലിരിക്കുന്നത്. ഞാനിവിടെ അതിലേക്കുള്ളൊരു വഴി കാണിച്ചു തരുന്നു, ബാക്കി നിങ്ങളാണ് നേടേണ്ടത്. അപ്പോൾ ചാനൽ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പ്രൈവറ്റ് റീഡിംഗ് വേണമെങ്കിൽ ഈ നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. പ്രൈവറ്റ് റീഡിങ്ങിന് പേയ്മെൻ്റ് ഉണ്ട്. ഇനി അവസാനം വരെ കാണുക കേട്ടോ. പലതരം കാർഡുകൾ എടുക്കുന്നുണ്ട്, ലവ് സന്ദേശങ്ങൾ എടുക്കുന്നുണ്ട്. ആദ്യം കുറച്ച് കേട്ട് മാറിപ്പോവരുത്. ഇന്നത്തെ ദൈവവചനങ്ങൾ നിങ്ങളുടെ പങ്കാളിയെക്കുറിച്ചുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കാം. ത്രീ കപ്പാണ് ആദ്യം വന്നിരിക്കുന്നത്. ക്യൂൻ ഓഫ് പെൻറ്റക്കിളാണ് അടുത്ത കാർഡ്. മൂൺ, എയ്റ്റ് സോഡ്സാണ്. മജിഷ്യൻ, സ്ട്രെങ്ത്, ഹാങ്ഡ് മാൻ, എംപ്രസ്, 5 വാണ്ട്. പൂയം, അനിഴം, ഉത്രട്ടാതി, അത്തം, രോഹിണി, തിരുവോണം, ആയില്യം, തൃക്കേട്ട, രേവതി. 3 തവണയാണ് വന്നിരിക്കുന്നത്. അതൊരു ഏഞ്ചൽ നമ്പറാണ്. ഇനി 8 വന്നിട്ടുണ്ട്, 18 വന്നിട്ടുണ്ട്, 1 വന്നിട്ടുണ്ട്. 8ഉം 2 തവണയാണ് വന്നിരിക്കുന്നത്. 5 വന്നിട്ടുണ്ട്, 12 വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്പറുകൾ. ഓം ഗൂഢായ, ഓം കൂർമാങ്കായ, ഓം കുൽസിതായ, ഓം സൂര്യപുത്രോ ദീർഘദേഹോ വിശാലാക്ഷ ശിവപ്രിയ, ദീർഘചാര പ്രസന്നാത്മ പീഡാം ഹരതുമി. ആദ്യത്തെ കാർഡ് 3 കപ്പാണ്. ഒരു പക്ഷേ നിങ്ങളുടെ പങ്കാളി സെലിബ്രേറ്റ് ചെയ്യായിരിക്കാം. എന്തെങ്കിലുമൊക്കെ ആഘോഷങ്ങൾ കുടുംബത്തോടൊപ്പമോ സുഹൃത്തുക്കളോടൊപ്പമോ സെലിബ്രേറ്റ് ചെയ്യുമ്പോഴാണ് 3 കപ്പ് വരുന്നത്. ഇപ്പോൾ സെലിബ്രേഷനുകളുടെ കാലമാണ്. ഇനി ക്യൂൻ ഓഫ് പെൻറ്റക്കിളാണ്. അത് ഈ വ്യക്തിയെക്കുറിച്ച് തന്നെ പറയുകയാണെങ്കിൽ ജെൻഡർ ഏതുമാവാം. ചില കാര്യങ്ങളൊക്കെ നിങ്ങളോട് തുറന്ന് സംസാരിക്കുന്നില്ല, ചില കാര്യങ്ങൾ ഹൈഡ് ചെയ്യുന്നൊരു സ്വഭാവമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഭ്രാന്തമായിട്ട് പ്രണയിക്കുന്നുണ്ട്, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണയിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിക്കൂ എന്നാണ് പറയുന്നത്. ഒരു പക്ഷേ നാളെ ഇത്രയും സ്നേഹിക്കുന്ന വ്യക്തിയിൽ നിന്ന് നെഗറ്റീവായ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്കത് മാനസികമായിട്ട് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നാണ് മൂൺ തരുന്ന മുന്നറിയിപ്പ്. അടുത്തത് വന്നിരിക്കുന്നതാണെങ്കിൽ 8 സോഡ്സാണ് അല്ലേ. ട്രാപ്പിലായ ഒരാളെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ വ്യക്തി എന്തൊക്കെ കാര്യങ്ങളിൽ സ്റ്റക്കായി നിൽക്കുകയാണ്. അതെല്ലാതും ഇപ്പോൾ ഇവരെ ഉപദ്രവിക്കുന്ന കാര്യമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എങ്കിലും ഇവിടെ നെഗറ്റീവ് കാർഡാണ് വന്നിരിക്കുന്നത്. അവർ സെലിബ്രേറ്റ് ചെയ്യുന്നു എന്ന് ആദ്യത്തെ കാർഡ് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ അവർ അങ്ങനത്തെ കാര്യങ്ങളിൽ സ്റ്റക്കായി നിൽക്കുമ്പോൾ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. മറ്റുള്ളവരുടെ ഇടയിലായിരിക്കാം, ഒരു പക്ഷേ മറ്റുള്ളവരറിയാത്തൊരു ബന്ധമായിരിക്കാം നിങ്ങളുടേത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു ഘട്ടം മുന്നോട്ട് പോകാൻ ഭയങ്കര വിഷമമാണ് എന്നാണ് സ്ട്രെങ്ത് പറയുന്നത്. വേൾപാടിൻ്റെ ഹൃദയവേദന, മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല, സങ്കടത്തിലാണ് നിങ്ങൾ സ്റ്റക്കായിരിക്കുന്നത്. അപ്പോൾ 8 എന്ന നമ്പർ ശാപത്തിൻ്റെയും മോക്ഷത്തിൻ്റെയും നമ്പറാണ്. ഭാഗ്യ നമ്പറാണ്, നിർഭാഗ്യ നമ്പറുമാണ്. ഇവിടെ നിർഭാഗ്യത്തിനെയാണ് 8 കാണിക്കുന്നത്. നിങ്ങൾ ഇത്തിരി വിഷമത്തിലാണ് എന്നാണ് കാണിക്കുന്നത്. 2 8ഉം നിർഭാഗ്യത്തിലാണ് വന്നിരിക്കുന്നത്. 8 സോഡ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളതിലിങ്ങനെ സ്റ്റക്കായി നിൽക്കുക പ്രണയത്തിൽ. 8 മറ്റൊന്നിൽ വന്നിരിക്കുന്ന സ്ട്രെങ്ത്തിലാണ്. അത് നിങ്ങൾക്ക് വിഷമമാണ്. അവരെ നിങ്ങൾക്ക് പിടി കിട്ടുന്നില്ല എന്നാണ് അവിടെ പറയുന്നത്. അവർ സ്നേഹിക്കുകയാണോ വെറുക്കുകയാണോ വഞ്ചിക്കുകയാണോ അങ്ങനെ കൺഫ്യൂഷനിൽ നിൽക്കുന്ന ഒരാളെയാണ് ഈ 8 കാണിക്കുന്നത്.
കാരണം ഇവരെ ആഗ്രഹിക്കുന്ന മറ്റുള്ള ആൾക്കാരെ നിങ്ങൾക്കറിയാം. നിങ്ങൾ സ്നേഹിക്കുന്നു എന്നറിയാതെ ഇവരെക്കുറിച്ച് നല്ലത് പറയുക, കൂടുതൽ ഇവരെ ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യുന്ന ചിലരുണ്ട്. അത് നിങ്ങൾക്ക് പേടിയാണ്. മത്സരിക്കാൻ ആളുണ്ട്, അവരെ ആഗ്രഹിക്കുന്ന ഒരാളുണ്ട്. ഇത് അറിയുമ്പോൾ നിങ്ങൾക്ക് ടെൻഷനാണ്. അവരെ മറ്റൊരാൾ നോക്കുക എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾ അന്നത്തെ ദിവസം എഴുന്നേൽക്കില്ല. അത്രയ്ക്കും നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണത് അല്ലേ. അതുപോലെ സ്നേഹിക്കുന്ന ആളാണ്. അന്ന് നിങ്ങൾക്ക് ആരോടും ഒന്നും സംസാരിക്കാൻ കഴിയില്ല, ജോലി ശരിക്ക് ശ്രദ്ധിക്കാൻ കഴിയില്ല, പല കാര്യങ്ങളും വിപരീതമായി മാറും. അങ്ങനെയാണ്. കാരണം മറ്റൊരാൾ അവരെ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ കൂടുതൽ സ്നേഹിക്കുന്നു, നോക്കുന്നു, അല്ലെങ്കിൽ അവരുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരാളായിരിക്കാം. അത് നിങ്ങൾക്ക് അറിയുകയും ചെയ്യുക. ഭയങ്കര സൗന്ദര്യമുള്ള, നിങ്ങളെക്കാൾ സൗന്ദര്യമുള്ള ഒരാളായിരിക്കും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും ഡിപ്രഷൻ. അപ്പോൾ എല്ലാവരും ഒരുപോലെ അല്ലല്ലോ. കണ്ണിന് നല്ല ഭംഗിയുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും, സ്വഭാവം അതുപോലെ ആവണമെന്നില്ല. ഇങ്ങനെയുള്ള ഒരുപാട് ടെൻഷനാണ് നിങ്ങൾക്ക്. ചില ആളുകൾ തിരി സൗന്ദര്യം കുറഞ്ഞവരായിരിക്കുക, എന്നാൽ സ്നേഹം വളരെയധികം ഉണ്ടാവും. അതുകൊണ്ട് കാര്യമില്ല. പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യുന്നത് രൂപഭംഗി തന്നെയാണ്. ഇതൊക്കെ ഒരു കോമ്പറ്റീഷനായിട്ട് നിങ്ങൾക്ക് മാറുകയാണ്. ഈ സമയത്ത് ആ മൂന്നാമത്തെ വ്യക്തിയും നിങ്ങളെയും കൂടി നിങ്ങൾ തന്നെ ഒന്ന് താരതമ്യം ചെയ്യുന്നുണ്ട്. രണ്ടുപേരിൽ അവരായിരിക്കാം കൂടുതൽ സൗന്ദര്യമുള്ള സ്മാർട്ടായ ആൾ. നിങ്ങളെപ്പോഴും ഇങ്ങനെ അവരുടെ സ്നേഹത്തിന് വേണ്ടി യാചിച്ച് പിറകെ നടക്കുന്ന ഡൗണായ ഒരാളായിരിക്കുക. അപ്പോൾ അവർ സ്മാർട്ടായിരിക്കുക, നല്ല സൗന്ദര്യമുണ്ടായിരിക്കുക, നിങ്ങളെക്കാൾ എന്തുകൊണ്ടും യോഗ്യരായ ഒരു വ്യക്തിയായിരിക്കാം അപ്പുറത്ത് ഇരിക്കുന്നുണ്ടാവുക. ഇതിനെയാണ് 5 വാണ്ട് കാണിക്കുന്നത്. നിങ്ങളിങ്ങനെ ടെൻഷൻ അടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങളോട് മത്സരിക്കുന്ന ആ വ്യക്തി വിജയിക്കൂ എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങളുടെ പങ്കാളി ഇതൊന്നും ചിന്തിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ അവനവൻ്റെ സംശയത്തിൻ്റെ ആ ഒരു ട്രാപ്പിൽ അവനവൻ തന്നെ വീഴുന്നതിനെയാണ് 8 സോട്സ് കാണിക്കുന്നത്. താരതമ്യം ചെയ്യുന്നതിനെയാണ് 5 വാണ്ട് കാണിക്കുന്നത്. നിങ്ങൾക്ക് വേദന മാത്രമേ കിട്ടൂ, അത് എനിക്ക് പറഞ്ഞിട്ടുള്ളതല്ല, എന്നേക്കാൾ യോഗ്യരായ ഒരാൾ അപ്പുറത്തുണ്ട്, എൻ്റെ വരുതിയിൽ അത് വരില്ല, ഇങ്ങനെ ചിന്തിക്കുന്നതിനെയാണ് സ്ട്രെങ്ത് കാണിക്കുന്നത്. 3 കപ്പ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും മറ്റൊരാൾ അവരോടൊപ്പം നടക്കുന്നുണ്ട്. അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ഉറക്കം കളയുന്ന കാര്യം. കാരണം ഈ തേർഡ് പാർട്ടിക്ക് ഇവരിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയാത്ത ഒപ്പം വർക്ക് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ ബന്ധു തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ അത്രയും അടുപ്പമുള്ളൊരു സുഹൃത്തായിരിക്കാം. അതുകൊണ്ടാണ് നിങ്ങളുടെ ഉറക്കം നഷ്ടമായിരിക്കുന്നത്. അവരെ നിങ്ങൾക്ക് എപ്പോഴും സംശയമാണ്. ആ വ്യക്തി ഇവരോട് സംസാരിക്കുന്നത്, ഫോൺ ചെയ്യുന്നത്, മെസ്സേജ് അയക്കുന്നത്, ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഫോണൊക്കെ പിടിച്ചു വാങ്ങി ശ്രദ്ധിക്കുന്നുണ്ട്. ഈ വ്യക്തി നിങ്ങളുടെ പങ്കാളിയോട് ചാറ്റ് ചെയ്തൊക്കെ എടുത്തു നോക്കുക, ഫോൺ ചെയ്തതൊക്കെ എടുത്തു നോക്കുക, എത്ര നേരം സംസാരിച്ചു എന്നുള്ളതൊക്കെ മനസ്സിലാക്കുക. അങ്ങനെ നിങ്ങൾ ടെൻഷൻ അടിക്കുന്നതിനെയാണ് ഇവിടെ കാണിക്കുന്നത്. എന്നാൽ ഇവിടെ പോസിറ്റീവ് മെസ്സേജാണ് ഞാൻ ആദ്യം തരുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് മടങ്ങിയിരിക്കുന്ന ആ കാര്യങ്ങൾ, ഇരുണ്ട ആ വശം, നിങ്ങൾ തന്നെ നിങ്ങളുടെ മനസ്സിനെ ആവശ്യമില്ലാത്ത ചിന്തകളിൽ കൊണ്ടേ കൊടുക്കുന്നതുമാവാം. ആ വ്യക്തി ഭ്രാന്തമായ പ്രണയം തന്നെയായിരിക്കാം നിങ്ങളോട്. നിങ്ങൾക്ക് പല കുറവുകളുണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് അവർ നിങ്ങളെ പ്രണയിച്ചിരിക്കുന്നത്. അവർക്ക് തൊലിപ്പുറത്തുള്ള ആ ഒരു ഭംഗിയോ അല്ലെങ്കിൽ ആ ഒരു ആകർഷണമൊന്നും അല്ല വേണ്ടത്. നിങ്ങളുടെ ഭാഗത്തുനിന്ന് കിട്ടിയിട്ടുള്ള സ്നേഹം, നിങ്ങളുടെ ഭാഗത്തുനിന്ന് കിട്ടിയിട്ടുള്ള ആ ഒരു പോസിറ്റീവ് ഫീലിംഗ്, അതാണ് അവർക്ക് വേണ്ടത്. അത് കാരണം നിങ്ങളുടെ പങ്കാളി ആവശ്യമില്ലാതെ തെറ്റിദ്ധരിക്കേണ്ട എന്നാണ് പോസിറ്റീവായിട്ട് പറയാനുള്ളത്. നിങ്ങൾ പേടിക്കുന്ന ആ വ്യക്തി, മൂന്നാമത്തെ വ്യക്തിയെ ഇവരുടെ മനസ്സിലേക്ക് എടുത്തിട്ടില്ല. പല കാര്യങ്ങളും തുറന്നു പറയാത്തത് അവരുടെ ബലഹീനതകളായിരിക്കാം. ബലഹീനതകൾ എന്ന് പറഞ്ഞാൽ മദ്യപിക്കുന്ന സ്വഭാവം ഉണ്ടാവും. പുരുഷന്മാരാണെങ്കിൽ ഇപ്പോൾ സ്ത്രീകളും മദ്യപിക്കുന്നുണ്ട്, അതുകൊണ്ട് വേറെ പറയാനൊന്നും പറ്റില്ല. ഇനി കൂട്ടുകാരുടെ കൂടെ കൂടുതൽ നേരം കറങ്ങി നടക്കുന്നൊരു സ്വഭാവം ഉണ്ടാവും. വീട്ടിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും. സാലറിയൊക്കെ ചിലപ്പോൾ കുറവായിരിക്കാം. ജോലി അയാൾക്ക് വിചാരിച്ച വിധത്തിലുള്ള സന്തോഷം കൊടുക്കുന്നില്ലായിരിക്കാം. ഇതൊക്കെ നിങ്ങളെ അറിയിച്ച് നിങ്ങളെ വിഷമിപ്പിക്കണ്ട എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അവർ ഹൈഡ് ചെയ്യുന്നത്. എന്നാൽ നിങ്ങളെപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് ആ തേർഡ് പാർട്ടിയെ കുറിച്ചാണ്. ഇവരുമായിട്ട് അവരിങ്ങനെ ചേർന്ന് നടക്കുന്നതോ ചേർന്ന് വർക്ക് ചെയ്യുന്നതോ ടീം വർക്കാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അവരോടൊപ്പം വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അവരെയാണ് നിങ്ങൾക്ക് സംശയം, അവരെയാണ് നിങ്ങൾക്ക് പേടി. അതുകൊണ്ടാണ് നിങ്ങളെപ്പോഴും ടെൻഷൻ അടിക്കണേ എന്നാണ് പറയുന്നത്. എന്നാൽ ഇവിടെ ഹാങ്ഡ് മാനാണ് വന്നിരിക്കുന്നത്. ആവശ്യമില്ലാത്ത ചിന്തകളിൽ തല കുടുങ്ങുന്ന ഒരാളെയാണ് ഹാങ്ഡ് മാൻ കാണിക്കുന്നത്. നിരപരാധി ക്രൂശിക്കപ്പെടുകയാണ്. ആ വ്യക്തി അങ്ങനെ ചിന്തിച്ചിട്ടില്ല എന്നാണ് ഹാങ്ഡ് മാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നത്.
പോസിറ്റീവ് മെസ്സേജിൽ. മജീഷ്യൻ പറയുന്നു നിങ്ങൾ പ്രതീക്ഷിക്കാത്ത അത്രയും സ്നേഹം നിങ്ങളുടെ പങ്കാളിക്ക് നിങ്ങളോട് ഉണ്ടെന്ന്. സാഹചര്യങ്ങളൊക്കെ പലതും ആയിരിക്കാം, എല്ലാ തികഞ്ഞൊരു പങ്കാളിയൊന്നും ആയിരിക്കില്ല. പക്ഷെ നിങ്ങൾ ഈ മൂന്നാമത്തെ വ്യക്തിയിൽ കാണുന്ന ഒരു കാര്യവും നിങ്ങളുടെ പങ്കാളി കാണുന്നില്ല. ഇനി വന്നിരിക്കുന്നത് എംപ്രസ്സാണ്. നിങ്ങൾ അവരുടെ ഒരു രാജകുമാരിയാണ് എന്നറിയുന്നത്. ഇപ്പുറത്തിരിക്കുന്ന സ്ത്രീകളായിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ല, പുരുഷന്മാരാണെങ്കിലും അവരുടെ മനസ്സിലത്തെ രാജകുമാരി രാജകുമാരൻ ഒക്കെ നിങ്ങളാണ് എന്നാണ് പറയുന്നത് കേട്ടോ. ആരാണ് കാണുന്നത്, ആരാണ് അപ്പുറത്തിരിക്കുന്നത്, അതുപോലെയൊക്കെ എടുക്കുക. നിങ്ങൾ രാജകുമാരിയാണോ രാജകുമാരനാണോ എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. ഇതാണ് പോസിറ്റീവ് മെസ്സേജ്. ഈ അടുത്ത് തന്നെ നിങ്ങളുടെ പ്രണയത്തിൽ എന്തൊക്കെ നല്ല സംഭവങ്ങൾ ഉണ്ടാവാൻ പോകുന്നുണ്ട്. ഔട്ടിങ്ങിന് പോകാൻ പോകുന്നു. ഇന്ന് തന്നെ, ഇന്നത്തെ മെസ്സേജാണല്ലോ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇന്നലെ ഒരാൾ വന്ന് താഴെ കമൻ്റ് ഇട്ടു, ഇതല്ലേ 2 ദിവസം മുമ്പ് ഇട്ടതെന്ന്. അയാളെ എൻ്റെ കയ്യിൽ കിട്ടിയുണ്ടല്ലോ, ഞാൻ എന്താ ചെയ്യുകയെന്ന് എനിക്ക് തന്നെ അറിയില്ല. കാരണം രാവിലെ എണീറ്റ് ഇത്രയും ആത്മാർത്ഥമായിട്ട് ഇത് ചെയ്തു തരുമ്പോൾ ചോദിക്കുകയാണ്, ഇത് 2 ദിവസം മുമ്പുള്ള വീഡിയോ അല്ലേന്ന്. അപ്പോൾ എന്നെങ്കിലും ഒരിക്കൽ അത് ചെയ്തിട്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. 2 കൊല്ലമോ 1 കൊല്ലമൊക്കെ മുമ്പ് ഒരു ദിവസം ഞാൻ നിങ്ങൾക്ക് വീഡിയോ തരാൻ കഴിയാത്തൊരു ദിവസം എന്നോ റിപ്പീറ്റായി ഇട്ടിട്ടുണ്ട്. അന്ന് ഞാൻ കമൻ്റ് ഒഴിവാക്കും, പിന്നെ കാണാത്തവർ കാണാന്നുള്ള ക്യാപ്ഷനാണ് കൊടുക്കുക. അന്ന് ഞാൻ എന്തെങ്കിലും തിരക്കിലായിരിക്കും, അല്ലെങ്കിൽ പുറത്ത് പോയിട്ടുണ്ടാവും. എന്നാൽ വീഡിയോ തരുന്നത് മുടക്കുന്നില്ല എന്ന് പറഞ്ഞാണ് അങ്ങനെ തരുന്നത്. മാത്രമല്ല, ഞാൻ ടൈംലെസ് റീഡിംഗ് ആണ് ചെയ്യുന്നത്. ഈ വീഡിയോ ആണെങ്കിലും അങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് നെഗറ്റീവ് മെസ്സേജ് പറയാം. വല്ലവരെക്കുറിച്ച് പറഞ്ഞ് നമ്മളുടെ സമയം എന്തിനാണ് കളയുന്നത്. ഇവിടെ നെഗറ്റീവ് മെസ്സേജ് പറയുകയാണെങ്കിൽ തേർഡ് പാർട്ടി ശക്തമായിട്ട് തന്നെ ഉണ്ട്. നിങ്ങളുടെ പങ്കാളി നിങ്ങളോട് നന്നായിട്ട് കള്ളം പറയുന്നുണ്ട്. അതാണ് 3 കപ്പ് പറയുന്നത്. ട്രയാങ്കിൾ ലവ് ഉണ്ട്, മനോഹരമായി ചിരിച്ച് വഞ്ചിക്കുന്നുണ്ട്. ആ 2 കാർഡാണ് മൂണും 3 കപ്പും. പല കാര്യങ്ങൾ ഹൈഡ് ചെയ്യുന്നു. അതാണ് ക്യൂൻ ഓഫ് പെൻറ്റക്കിൾ പറയുന്നത്. ഒന്നിൽ കൂടുതൽ പങ്കാളികളുണ്ട്. അതാണ് ക്യൂൻ ഓഫ് പെൻറ്റക്കിൾ പറയുന്നത്. നിങ്ങളെ ട്രാപ്പിലാക്കി. അതാണ് 8 സൂട്ട്സ് പറയുന്നത്. നിങ്ങൾക്ക് വേദന മാത്രമാണ് കിട്ടാൻ പോകുന്നത്. 8 എന്ന നമ്പർ തരുന്ന ലിയോ അതാണ് പറയുന്നത്. സ്ട്രെങ്ത്ത്, അവരെ മെരുക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്നാണ് പറയുന്നത്. നിങ്ങളുടെ പിടിയിൽ ഒതുങ്ങുന്ന ആളല്ല, കുതറിപ്പോയിക്കോളും. അതാണ് പറയുന്നത്. വന്യമായ സ്വഭാവമുള്ള ഒരാളാണ്. ഇനി മജിഷ്യൻ എന്ന് പറഞ്ഞാൽ ന്യൂ ലവ് എന്നാണ് അതിൻ്റെ നെഗറ്റീവ് അർത്ഥം. ഹാങ്ഡ് മാൻ എന്ന് പറഞ്ഞാൽ 3 പേരെങ്കിലും ഉണ്ടെന്നാണ്. നിങ്ങളും അവരും അതിനിടയിൽ ഒരാൾ, അല്ലെങ്കിൽ 3 സ്ത്രീകളോട് താല്പര്യമുള്ള ഒരു പുരുഷനായിരിക്കാം, അല്ലെങ്കിൽ 3 പുരുഷന്മാരോട് താല്പര്യമുള്ള ഒരു സ്ത്രീ ആയിരിക്കാം. എല്ലാവരോടും ഏതൊക്കെ വിധത്തിൽ അവർ കണക്റ്റ് ആവുന്നുണ്ട്. ഇനി 5 ആണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടി മത്സരിക്കാൻ ഒരുപാട് പേരുണ്ടെന്നാണ്. അപ്പോൾ ഈ വ്യക്തി നല്ല സൗന്ദര്യമുള്ള പണമുള്ള ആളൊക്കെ ആയിരിക്കാം. ഇനി നമ്മുടെ വീനസാണ് വന്നിരിക്കുന്നത്. വീനസ് എന്ന് പറഞ്ഞാൽ കാമവികാരത്തിനെ കാണിക്കുന്നതാണ്. എംപ്രസ്സാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം അവർക്ക് ഫിസിക്കലായ താല്പര്യമുണ്ട്, അതുപോലെ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ്. പ്രണയിക്കുന്നവരെയൊക്കെ അതുപോലെ ഉപയോഗിക്കുന്നവർക്ക് വേണ്ടിയാണ് നമ്മുടെ വീനസ് തന്നെ വരിക. ഇതാണ് നെഗറ്റീവ് മെസ്സേജ് പറയാനുള്ളത്. അപ്പോൾ ഒന്നിൽ കൂടുതൽ ആളുകളുമായിട്ട് ഫിസിക്കൽ ബന്ധമുള്ള ഒരാളെ എന്തിനാണ് നമ്മൾ കാത്തിരിക്കുന്നത്? നമ്മുടെ വരുതിയിൽ അവർ വരില്ല എന്നുള്ളതാണ് ഇവിടെ കാർഡുകൾ പറയുന്നത്. നെഗറ്റീവ് മെസ്സേജ്. ഇന്ന് ഞാനിവിടെ മന്ത്രം ചൊല്ലിയ ആൾക്ക് ഈ പണികളെല്ലാം ഉണ്ട്. തെറ്റിദ്ധാരണ ഉണ്ടാക്കും, തേർഡ് പാർട്ടി കൊണ്ടുവന്ന് നിങ്ങൾക്ക് ഇടയിലിടും. പിന്നെ നിങ്ങൾക്ക് ദുഃഖം തരുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ, ക്രോണിസാണ്, എല്ലാ കാര്യങ്ങളും ചെയ്യും. അപ്പോൾ അത് മാറിപ്പോവാൻ നമുക്ക് ദ്രോഹം ചെയ്യുന്ന ആളെ തന്നെ അങ്ങ് പ്രാർത്ഥിക്കുക. ഞങ്ങളെങ്ങനെ ദ്രോഹിക്കരുതേ, ബുദ്ധിമുട്ടിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുക. അതുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ വിശ്വാസമുള്ളവർക്ക് ആവക ദ്രോഹങ്ങളൊന്നും ഉണ്ടാവില്ല. തേർഡ് പാർട്ടിയൊന്നും നിങ്ങളുടെ ലൈഫിൽ വരില്ല. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് സംഭവിക്കും. അപ്പോൾ ഇന്നലെ രുക്മിണിയുടെ മന്ത്രം ഞാൻ ചൊല്ലി, കണ്ണൻ എഴുതിയ പ്രേമലേഖനം. അപ്പോൾ വലിയ വലിയ പൂജകളിൽ സ്വയംവര പൂജ ചെയ്യുമ്പോൾ ഈ മന്ത്രങ്ങൾ ചൊല്ലിയിട്ടാണ് ചെയ്യുക. വിവാഹ തടസ്സം മാറാൻ, പ്രണയ സാഫല്യം ഉണ്ടാവാൻ, ദമ്പതിമാർ കലഹം ഇല്ലാതിരിക്കാനൊക്കെ ഈ മന്ത്രമാണ് ചൊല്ലുക. ഇന്നലത്തെ മന്ത്രം അതൊന്നും സാരമില്ലാതെ വിടാതിരിക്കുക. അതൊക്കെ പവർഫുൾ മന്ത്രങ്ങളാണ്, പ്രത്യേക പൂജകളിൽ ചൊല്ലുന്നതാണ്. അത് മനസ്സിലാക്കണം കേട്ടോ. ഞാനിവിടെ തരുന്നത് കൊണ്ട് നിങ്ങൾക്കൊരു വിലയില്ല അങ്ങനെ തോന്നാൻ പാടില്ല. ചൊവ്വാദോഷമൊക്കെ ഉള്ളവരെ അത് ചൊല്ലിക്കഴിഞ്ഞാൽ കല്യാണം നടക്കും എന്നാണ് പറയുക കേട്ടോ. അപ്പോൾ കൂടുതൽ മന്ത്രത്തിനെക്കുറിച്ച് പറയുന്നില്ല, എനിക്ക് ഒറ്റ വാക്കേ പറയുള്ളൂ. ഞാൻ അത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ നിങ്ങൾക്ക് തരുന്നത്, അത് മാത്രം വിശ്വസിക്കുക. അപ്പോൾ പല ആൾക്കാരും റീഡിങ്ങിന് വരാറുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഉറക്കമില്ലാത്ത അവസ്ഥയിൽ പോകുന്ന ഒരാളെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒരാളല്ല, പലരും വരുന്നുണ്ട്. അതിലൊരു കുടുംബിനി, ആ കുടുംബിനിക്ക് മറ്റൊരാളോട് താല്പര്യമുണ്ട്, അവരുടെ കാര്യം നോക്കാനാണ് വന്നത്.
അപ്പോൾ ഈ ലേഡി ഒരു വാക്ക് എന്നോട് പറഞ്ഞു. കാമുകൻ്റെ കാര്യം നോക്കാൻ വന്നപ്പോൾ ഇവർ പറഞ്ഞൊരു വാക്ക്, നിങ്ങളുടെ, ഞാൻ ഈ ഡീറ്റെയിൽ ചോദിക്കും, നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങളുമായി സ്നേഹത്തിലല്ലേ? ആണ്, സ്നേഹത്തിലാണ്. അവർക്ക് തേർഡ് പാർട്ടിയൊന്നും ഇല്ലല്ലോ. ഇവർ തേർഡ് പാർട്ടിയെക്കുറിച്ച് ചോദിക്കാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഭർത്താവിന് തേർഡ് പാർട്ടിയൊന്നും ഇല്ലല്ലോ, സുഖമായിട്ട് കഴിയുന്നവരല്ലേ? ഇതെല്ലാവരോടും ചോദിക്കുന്നൊരു ചോദ്യമാണ് കേട്ടോ. പക്ഷേ തേർഡ് പാർട്ടി ഇല്ലല്ലോ എന്ന ചോദ്യം ഇവരോട് മാത്രമേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ളവരോടൊക്കെ ചോദിക്കും, നിങ്ങൾ കുടുംബമായി സന്തോഷത്തിൽ കഴിയുന്നവരല്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അതേന്ന് മാത്രം പറയും, അല്ലാതെ ഡീറ്റെയിൽ ആയിട്ടൊന്നും ചോദിക്കില്ല. ഭർത്താവും ഭാര്യയും വേർപിരിഞ്ഞാണോ ഇരിക്കുന്നതെന്ന് മാത്രമേ എനിക്കറിയണ്ടൂ. ഈ സ്ത്രീ പറയുകയാണ്, ഭർത്താവുമായി സന്തോഷമായിട്ടിരിക്കുകയാണ്. ഭർത്താവിന് തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും അറിയില്ല. ആൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാത്ത ആളാണ്. എന്നെ മാത്രം സ്നേഹിക്കുന്നൊരു വ്യക്തിയാണ്. ഭയങ്കര അഹങ്കാരത്തോടു കൂടിയൊക്കെയാണ് വിളിച്ചു പറയുന്നത്. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ ചിന്തിച്ചു, അതിവർക്ക് ഉറപ്പിക്കാനൊന്നും പറ്റില്ല. നമ്മൾ കൊടുക്കുന്നത് എന്താണോ അത് കിട്ടും. ഇത്രയും സ്നേഹവാനായ അയാളുടെ മനസ്സിൽ വല്ലവരും ഉണ്ടോയെന്ന് നോക്കണമെങ്കിൽ ആരോ എടുത്ത് നോക്കിയാൽ എനിക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഭർത്താവിനെ കുറിച്ച് നല്ല കോൺഫിഡൻസോടുകൂടി സംസാരിക്കുന്ന ഈ ലേഡിയാണ് മറ്റൊരാളെക്കുറിച്ച് എന്നോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത്രയും നല്ലൊരു ഭർത്താവിനെ വഞ്ചിക്കാൻ പാടുമോ ഇവർ? ഞാൻ പൊതുവായി നിങ്ങളോട് എല്ലാവരോടും ചോദിക്കുകയാണ് കേട്ടോ. ഇത്രയും നല്ലൊരു ഭർത്താവിനെ വഞ്ചിക്കുന്ന ഈ സ്ത്രീയെ ഏത് ഗണത്തിലാണ് പെടുത്തേണ്ടത്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇനി വേറെ ചിലർ വിവാഹേതര ബന്ധം ചോദിക്കാൻ വരുമ്പോൾ ഞാൻ ആദ്യം ചോദിക്കും, നിങ്ങൾ തമ്മിൽ ഫിസിക്കൽ ബന്ധമുണ്ടോ? എനിക്ക് ചില കാര്യങ്ങളൊക്കെ അറിയണം, എന്നാലാണ് ഡീറ്റെയിലായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പലരും കള്ളത്തരം പറഞ്ഞിട്ട് ഞങ്ങൾ തമ്മിൽ അത്തരം ഒരു ബന്ധമില്ല എന്ന് പറയും കേട്ടോ. എന്നാൽ അത് വെറും നുണയാണെന്ന് എനിക്ക് കാർഡ് എടുത്താൽ മനസ്സിലാവും. അവർ തമ്മിൽ ശാരീരിക ബന്ധമുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാവും. ഞാനത് പറയാതെ പറയുകയും ചെയ്യും. ഒരുപക്ഷെ നിങ്ങൾ പറഞ്ഞത് സത്യമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എന്നോട് സത്യം പറഞ്ഞതായിരിക്കില്ല. നിങ്ങൾ തമ്മിൽ ശാരീരിക ബന്ധമുണ്ടെന്നാണ് എനിക്കിവിടെ എനർജി കിട്ടിയിരിക്കുന്നതെന്ന് ഓപ്പണായിട്ട് ഞാൻ പറയും. അപ്പോൾ ഇതൊക്കെയാണ് പ്രൈവറ്റ് റീഡിങ്ങിൻ്റെ കാര്യം. ചിലർ പറയാൻ മടിക്കും, ചിലർ തുറന്ന് പറയും, ഉണ്ട് എന്ന് പറയും. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ പ്രൈവറ്റ് റീഡിങ്ങിന് സമീപിക്കുക, കള്ളത്തരം പറയാതിരിക്കുക. കാരണം നിങ്ങൾ കള്ളത്തരം പറഞ്ഞാലും എനിക്കിവിടെ മനസ്സിലാവും. അതാണ് ഇന്നത്തെ കാലത്ത് ഫോണ് കയ്യിലുള്ള എല്ലാവരും, ഭാര്യയാവാം, ഭർത്താവാവാം, കാമുകി കാമുകന്മാരാവാം, അവരൊക്കെ 100% പെർഫെക്റ്റ് ആണെന്ന് ഞാൻ സമ്മതിച്ചതില്ല. എല്ലാവർക്കും എന്തെങ്കിലും ഒരു തരത്തിൽ ഒരു റിലേഷൻ ഉണ്ടാവും എന്നാണ് എൻ്റെ കണ്ടെത്തൽ കേട്ടോ. ഫേസ്ബുക്കില്ല, ഇൻസ്റ്റാഗ്രാമില്ല, ആരുമായിട്ടൊരു ബന്ധമില്ല. പാവം കുട്ടി എന്ന് പറഞ്ഞപ്പോൾ മകനോട് അമ്മ പറഞ്ഞപ്പോൾ മകൻ പറയുന്നത് കണ്ടില്ല. അപ്പോൾ ഇന്ന് ജനിച്ച കുട്ടിയായിരിക്കുന്നത്. അതുപോലെയാണ് എനിക്കും പറയാനുള്ളത്. അതുകൊണ്ട് പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ. ഒരാൾ മാത്രമൊന്നല്ല തെറ്റ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ആർക്കും ആരെയും ക്രൂശിക്കാനുള്ള അവകാശം ഇന്നത്തെ സമൂഹത്തിലില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത മെസ്സേജുകളിലേക്ക് പോവാം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത്, നിങ്ങളുടെ പങ്കാളി നിങ്ങളെ തന്നെയാണ് ഹൃദയത്തിൽ സൂക്ഷിക്കുന്നത്. നിങ്ങളാണ് അവരുടെ രാജകുമാരനോ രാജകുമാരിയോ. എന്നാൽ അവരിത്തിരി സൗന്ദര്യമുള്ള ആളായിരിക്കാം, അവരുടെ കൂടെ എപ്പോഴും നടക്കുന്ന ആളിത്തിരി സൗന്ദര്യമുള്ള ആളായിരിക്കാം. അതിൻ്റെ ഒരു നെഗറ്റീവ് ഫലമായിട്ട് നിങ്ങളെപ്പോഴും ചിന്തിക്കുന്നുണ്ട് നിങ്ങളുടെ കുറവുകളെക്കുറിച്ച്. അതൊരു നെഗറ്റീവ് ചിന്തകളാണ്. അതിനൊരു രൂപാന്തരം ഉടനെ തന്നെ സംഭവിക്കണം. നിങ്ങൾക്ക് മാറ്റം സംഭവിച്ചേ പറ്റൂ. പടം പൊഴിച്ചിടാനാണ് പറയുന്നത്. ഈ പടം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഈ നെഗറ്റീവ് ചിന്തകളാണ്. നിങ്ങളെ മാത്രം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് പോസിറ്റീവ് മെസ്സേജിൽ വന്നിരിക്കുന്നത്. നിങ്ങളെ വഞ്ചിക്കുന്ന ഒരു വ്യക്തിയാണ് നെഗറ്റീവ് മെസ്സേജിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും പറയുന്നത് രണ്ട് വിഭാഗക്കാരും ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ എന്നും നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ തിരഞ്ഞെടുപ്പിലാണ് നിങ്ങളുടെ സുഖദുഃഖങ്ങൾ ഇരിക്കുന്നത്. നിങ്ങൾ തിരഞ്ഞെടുത്ത ഒരാൾ പെർഫെക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല. നെഗറ്റീവ് ക്യാരക്ടറാണ്, ഫേക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ ഈ വിഷമം തന്നെയായിരിക്കും. അപ്പോൾ ടാരോ റീഡിങ്ങിൻ്റെ കുറ്റമല്ല, നിങ്ങളുടെ തിരഞ്ഞെടുപ്പിൻ്റെ കുറ്റമാണ്. മനസ്സിലായില്ലേ? വിദ്യാഭ്യാസം വിവരമൊന്നുമില്ലാത്ത ആദിവാസികൾക്കൊരു സമ്പ്രദായമുണ്ട്. പെൺകുട്ടി ഋതുവാകുമ്പോൾ അവളുടെ ഭാവി ദാമ്പത്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു മൺകലത്തിൽ കുറച്ച് സാധനങ്ങളിടും. അതിൽ കരിക്കട്ട ഉണ്ടാവും, മഞ്ഞൾ കഷ്ണം ഉണ്ടാവും, വെളുത്ത പൂവുണ്ടാവും, ചുവന്ന പൂവുണ്ടാവും, തുളസി ഉണ്ടാവും. ഇതെല്ലാം കൂടി ഇട്ടിട്ട് സ്വർണത്തിൻ്റെ എന്തെങ്കിലും ഒന്ന് ഇടും, മൂക്കുത്തിയോ അല്ല അങ്ങനെ ഉള്ള എന്തെങ്കിലും സാധനങ്ങൾ കൂടി ഇടും. എന്നിട്ട് ഈ പെൺകുട്ടിയുടെ കണ്ണ് കെട്ടിയിട്ട് അതിൽ നിന്ന് ഒന്ന് എടുക്കാൻ പറയും. ആ കിട്ടുന്നത് ഒരു ചുവന്ന ചെമ്പരത്തിപ്പൂവിൻ്റെ ഇതളാണെങ്കിൽ അവർ വിധി എഴുതും അവൾക്ക് നല്ലൊരു ദാമ്പത്യം ഇല്ല എന്നുള്ളത്. അങ്ങനെ ഓരോന്നിനും ഓരോ അർത്ഥങ്ങളുണ്ട്.
കിട്ടേണ്ടത് വെളുത്ത പൂവാണ് എന്നാണ് സങ്കല്പം. ചില നക്ഷത്രക്കാർ രണ്ടാം വിവാഹം കഴിക്കും. ചില ആളുകൾക്ക് ദാമ്പത്യത്തിൽ രണ്ടാം വിവാഹത്തിൽ സമാധാനം ഉണ്ടാവില്ല. അതൊക്കെ കർമ്മ ഫലങ്ങളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആ നക്ഷത്രത്തിൽ ജനിക്കുന്നത്. അതുപോലെ നിങ്ങളുടെ കർമ്മഫലമാണ് നിങ്ങൾ അനുഭവിക്കുന്നത്. നല്ല പങ്കാളിയെ കിട്ടിയാലും നെഗറ്റീവായ ആളെ കിട്ടിയാലും നിങ്ങൾ ചെയ്തു വന്നിട്ടുള്ള കർമ്മങ്ങളുടെ ഫലമാണ് നിങ്ങൾ അനുഭവിക്കുന്നത്. അതുകൊണ്ട് ടാരോ റീഡിങ് കണ്ടിട്ട് മറ്റുള്ളവരോട് ദേഷ്യം വന്നിട്ട് കാര്യമില്ല കേട്ടോ. അതാണ് പറയാനുള്ളത്. നമ്മൾ ചെയ്യുന്നതിൻ്റെ നമ്മൾ അനുഭവിക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി അടുത്ത മെസ്സേജിലേക്ക് പോവാം. എന്തായാലും മജീഷ്യൻ വന്നതുകൊണ്ട് ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു കോൾ അല്ലെങ്കിൽ മെസ്സേജ് വരും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ ക്യാപ്ഷൻ കൊടുക്കുന്നത്. പരമശിവനും പാർവതി ടിൻ ഫ്ലെയിം ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതുപോലുള്ള ആളെയാണ് സംശയിച്ചുകൊണ്ടിരിക്കുന്നത്. മെഡിറ്റേഷൻ നിങ്ങളൊന്ന് നന്നായിട്ട് മനസ്സിനെ മെഡിറ്റേറ്റ് ചെയ്യൂ എന്നാണ് 8 സോട്സ് പറഞ്ഞതും. റീകൺസിലേഷൻ ഉണ്ട്. അതുതന്നെയാണ് എല്ലാ കാർഡുകളും ആദ്യത്തെ പോസിറ്റീവ് മെസ്സേജിൽ പറഞ്ഞത്. അവർ തിരക്കുകൊണ്ടാണ് അവർ കൂട്ടുകാരുടെ കൂടെ സെലിബ്രേറ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. എപ്പോഴും നമ്മുടെ വരുതിയിൽ നിൽക്കില്ലല്ലോ. ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ കാമുകനും കാമുകിയും മാത്രമല്ല, അവർക്ക് സമൂഹത്തിൽ ഒരുപാട് കർത്തവ്യങ്ങളുണ്ട്. അതിലെല്ലാം പങ്കെടുക്കുകയും വേണം. പല വ്യക്തികൾ ചേർന്നതാണല്ലോ സമൂഹം. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അവർക്ക് തിരക്കുണ്ടാവും. അവർക്ക് പലരുമായും സംസാരിക്കേണ്ടി വരും. പലരുമായും ഇടകലർന്ന് പല പ്രവൃത്തികളിലും ഏർപ്പെടേണ്ടി വരും. ഇതിനൊക്കെ നിങ്ങൾ സംശയിച്ച് ഉറക്കമില്ലാതെ ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ആരോഗ്യമാണ് പോകുന്നത്. അപ്പോൾ ഒന്നുകൂടി നിങ്ങളുടെ സൗന്ദര്യം ഇല്ലാതെയാവും. അതാണ് പറയാനുള്ളത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഹെൽത്ത് കരിയർ നോക്കിയാലോ. ഇവിടെ ഗർഭാശയ അണ്ഡാശയ സ്ഥാന ഫൈബ്രോയിഡുകൾ വന്നിട്ടുണ്ട്. പ്രഗ്നൻസി പീരീഡും വന്നിട്ടുണ്ട്. ഇനി പറയുന്നത് വരണ്ട ചുമ, ബ്രോങ്കൈറ്റീസ് വന്നിട്ടുണ്ട്. ബോഡി പെയിൻ, പനി വന്നിട്ടുണ്ട്. ഇനി കുടൽ രോഗങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ബാക്ക് പെയിനൊക്കെ പറയുന്നുണ്ട്. മൈഗ്രെയിൻ പറയുന്നുണ്ട്. മാനസിക രോഗങ്ങൾ, അമിത മദ്യപാനം. 2 കാർഡാണ് അത് പറയുന്നത്. ഇനി ലൈംഗിക തൊഴിലാളികൾ വന്നിട്ടുണ്ട്. ഞാനത് പറയാത്തതാണ്. ആ ജോലി ചെയ്യുന്നവരും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ പ്രസിദ്ധയായ ഒരു ലേഡിയുണ്ട്, നളിനി ജമീല എന്നാണ് അവരുടെ പേര്. അവരുടെ പല അഭിമുഖങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം അവരെ നമുക്ക് വേണ്ടെന്ന് വയ്ക്കാനോ അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന് പുറത്ത് കളയാനോ ഒന്നും പാടില്ല. അവരെ അങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ പലർക്കും പങ്കുണ്ട് അല്ലേ. അപ്പോൾ അവരെക്കുറിച്ച് എനിക്ക് ഭയങ്കര സഹതാപമാണ്. എൻ്റെ അമ്മയുടെയൊക്കെ പോലെയുള്ള പ്രായമാണ്. അതുകൊണ്ട് തന്നെ ഒരു ബഹുമാനം കൂടി ഞാൻ കൊടുക്കാറുണ്ട്. പണി ഇന്നതാണ് ചെയ്തത് എന്നുള്ളത് അവരുടെ ദോഷം കൊണ്ടല്ല, അതിൽ ഒരു പുരുഷനും പങ്കാളിയാണ് അല്ലേ, അല്ലെങ്കിൽ പല പുരുഷന്മാരും പങ്കാളികളാണ്. അതുകൊണ്ട് സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് ജീവിക്കുന്ന അല്ലെങ്കിൽ ക്രൂശിക്കപ്പെടുന്ന ലേഡി, അതുകൊണ്ട് തന്നെ എനിക്ക് അവരോട് സഹതാപമോ അല്ലെങ്കിൽ ബഹുമാനമോ ഒക്കെയാണ്. അപ്പോൾ ഞാനൊരു പച്ചക്കറി കടയിൽ ചെന്നു. അപ്പോൾ അവിടെ കുറച്ച് പയ്യന്മാർ നിന്നിരുന്നു. എൻ്റെ മക്കളാവേണ്ട പ്രായമുള്ള പയ്യന്മാർ നിന്നിരുന്നു. അങ്ങനെ നാളികേരം ഉടയ്ക്കാനുള്ള മടവാളെന്ന് പറയില്ലേ, ആ സാധനം ഞാൻ വീട്ടിൽ നിന്ന് എടുത്ത് വന്നിട്ടില്ല. ഞങ്ങൾ വാടകയ്ക്ക് ഇരിക്കുകയാണ് അവിടെ എറണാകുളത്ത്. അപ്പോൾ ഈ പച്ചക്കറി കടയിൽ നിന്ന് ആ പയ്യനോട് എന്ത് പറഞ്ഞു, ഈ നാളികേരം ഒന്ന് കട്ട് ചെയ്ത് തരൂ, ഉടച്ച് തരൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഉടച്ചപ്പോൾ ഈ തേങ്ങ വെള്ളം ഈ ചെക്കൻ ഇങ്ങനെ ഒഴിച്ച് കളയുകയാണ്. അയ്യോ, ആ തേങ്ങയുടെ വെള്ളം കളയണ്ട, അത് കുടിച്ചാൽ എന്തെല്ലാം രോഗങ്ങൾക്കാണ് ഔഷധ ഗുണം എന്ന് പറഞ്ഞു. ഞാൻ എന്തൊക്കെ രോഗത്തിന്, ക്യാൻസറിന് വരെ തേങ്ങ വെള്ളമാണ് കൊടുക്കുന്നത്. ഞാനത് കുടിക്കാറുമുണ്ട്, കളയണ്ടായിരുന്നു എന്ന് പറഞ്ഞത് ഈ 3 പയ്യന്മാരങ്ങ് പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. അപ്പം അവർ വേറെന്തോ ഒരു ഉദ്ദേശത്തിലാണ് അത് ചിരിച്ചത് എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ എനിക്ക് പറയാൻ തോന്നി, നിങ്ങളുടെ ആരുടെയും വെള്ളമല്ല കളയണ്ടെന്ന് പറഞ്ഞത്, തേങ്ങയുടെ വെള്ളമാണെന്ന് പറഞ്ഞാലോ എന്ന് എനിക്ക് തോന്നി. പക്ഷേ എൻ്റെ സംസ്കാരം അതിനെ അനുവദിക്കുന്നില്ല. അത്രയും വെടക്കായൊരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അമ്മയുടെ പ്രായമുള്ള ഒരു ലേഡി തേങ്ങ വെള്ളം കളയണ്ട എന്നാണ് ഞാൻ പറഞ്ഞത്. അതിന് പോലും നെഗറ്റീവ് പറയുന്ന മക്കളുടെ പ്രായമുള്ള ആൺകുട്ടികളെയാണ് ഞാൻ കണ്ടത്. സത്യം പറഞ്ഞാൽ ഒരു വടി കിട്ടിയതാണെങ്കിൽ തലങ്ങും വിലങ്ങി ഞാൻ കൊടുത്തിരുന്നു. അത്രയും വെടക്ക് ലോകമാണ് ഇന്നത്തെ. അപ്പോൾ അതിലൊരു സ്ത്രീ ചീത്തയായിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള പുരുഷന്മാരാണ് അതിന് കാരണം അല്ലേ. പറഞ്ഞു വന്നത് നളിനി ജമീല എന്നുള്ള അമ്മയെക്കുറിച്ചാണ്. അമ്മ എന്ന് തന്നെ ഞാൻ പറയാം. നല്ല പ്രായമായ ലേഡിയാണ്. അവർക്ക് വേണ്ടി ഞാനൊരു കവിതയും എഴുതിയിട്ടുണ്ട്. കാരണം അവരനുഭവിച്ചിട്ടുണ്ടാവുന്ന ദുഃഖം എത്രയായിരിക്കും. മകളെ വളർത്താൻ വേണ്ടിയിട്ടാണ്. ഒരു മാന്യൻ കൊടുത്തിട്ട് പോയ
സ്വന്തം മകളെ വളർത്താൻ അവർക്ക് വേറൊരു വഴിയില്ല, ഈ രംഗത്തേക്ക് ഇറങ്ങേണ്ടി വന്നു. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ലൈംഗിക തൊഴിലാളികൾ കൂടി ഒരു കാർഡിൽ വരുന്നുണ്ട്. അത് ഞാൻ എല്ലാ ദിവസവും പറയാറില്ല. അപ്പോൾ ഒരു കാർഡിൽ പല ജോലികളാണ് നമുക്ക് കാണിച്ചു തരിക. അതിലൊരു ജോലിയായിട്ട് പറയുന്നത് ഇതുമാണ്. എന്നാൽ ഇന്ന് ഒരു ഭർത്താവിനെ കാത്തിരിക്കുന്ന സ്ത്രീ, ഒരു ഭർത്താവുമായി മാത്രം ശരീരം പങ്കിടുന്ന ഒരു സ്ത്രീയെ കാണുക എന്നുള്ളത് വിരളായിരിക്കും അല്ലേ? പല സ്ത്രീകളും മറ്റുള്ളവരുമായും ശരീരം പങ്കിടുക, വിവാഹേതര ബന്ധങ്ങളിൽ പോയി പെടുക ഒക്കെ ചെയ്തവരാണ്. പക്ഷേ അതിനെയൊന്നും സമൂഹം മനസ്സിലാക്കുന്നില്ല. അവരും ഇവരും തമ്മിൽ എന്താ വ്യത്യാസം? എനിക്കതാണ് ചോദിക്കാനുള്ളത്. ഇനി മറ്റൊരു വിഭാഗം വേദന അനുഭവിക്കുന്നവരാണ് ഈ ട്രാൻസ്ജെൻഡേഴ്സ്. അവർക്ക് സ്ത്രീയോ പുരുഷനോ ആവാതെ മൂന്നാമത്തെ വ്യക്തിത്വം ആയിട്ട് ജീവിക്കുന്നവരാണ്. അപ്പോൾ അവരുടെയൊക്കെ മാനസിക നില എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. വെറുതെ ഇങ്ങനെ കല്ലെറിഞ്ഞു പോകുന്നൊരു പ്രവണതയാണ് നമുക്കെല്ലാവർക്കും. അപ്പോൾ സാധാരണ നല്ല രീതിയിൽ ജീവിക്കുന്നൊരു വീട്ടമ്മയായ ഞാൻ ഒരു നാളികേരം മേടിക്കാൻ പോയപ്പോൾ അതിൻ്റെ ഒരു വാക്ക് മാറിപ്പോയി എന്ന് പറഞ്ഞതുകൊണ്ട് പരിഹസിക്കപ്പെട്ടതാണ്. മനസ്സിലാക്കണം, അത് എൻ്റെ മകൻ്റെ പ്രായമുള്ള മക്കൾ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, എനിക്കൊരു വടി കൈ കിട്ടിയതാണെങ്കിൽ 2-3 നിന്നിരുന്നു, 3 ഞാൻ കൊടുത്തിരുന്നു. ഞാൻ എൻ്റെ മകനെ അടിക്കാറുണ്ട്. എന്തെങ്കിലും എനിക്കിഷ്ടമില്ലാത്തത് പറയുകയോ ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടി കൊടുക്കും. അതുപോലെ ഇവരെയും അടിക്കാൻ എനിക്ക് തോന്നി, പക്ഷെ ഞാനൊന്നും പറഞ്ഞില്ല. അല്ലെങ്കിൽ ഞാൻ ഒരു വാക്ക് പറഞ്ഞതാണെങ്കിൽ മതിയായിരുന്നു. അപ്പോൾ ഇതുപോലുള്ള കണ്ണുകളോടെ എല്ലാ സ്ത്രീകളെയും കാണാതിരിക്കുക. അതിലമ്മയുണ്ട്, പെങ്ങന്മാരുണ്ട്, മുത്തശ്ശികളുണ്ട്. ഓരോ വിഭാഗത്തിനെയും അതിൻ്റേതായ റെസ്പെക്റ്റോടുകൂടി മാത്രം നിങ്ങൾ കാണുക. ഇത് കാണുന്നവരെങ്കിലും നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് അതിൻ്റേതായ ഒരു ബഹുമാനം കൊടുക്കാൻ പഠിക്കുക. അപ്പോൾ ഇന്നത്തെ മോട്ടിവേഷൻ കഴിഞ്ഞു. നമുക്കിനി അടുത്ത ഏഞ്ചൽ മെസ്സേജിലേക്ക് പോവാം. അതിനു മുമ്പ് ഒരു വിഷയത്തിൻ്റെ 3 ചോദ്യം ചോദിക്കാൻ വരിക. നിങ്ങളിനി വിവാഹേതര ബന്ധമെന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് വരാൻ പേടിക്കുകയൊന്നും വേണ്ട. എല്ലാതും പറഞ്ഞു കൊടുക്കുന്ന ആൾ തന്നെയാണ് ഞാൻ. പക്ഷേ നമ്മൾ ഇങ്ങനെ ചെയ്തിട്ട് മറ്റൊരാളെ കുറ്റപ്പെടുത്താൻ നിൽക്കാൻ പാടില്ല. നമ്മുടെ കയ്യിൽ തെറ്റുണ്ടോ? അപ്പോൾ നമ്മളും അവരും സമമാണെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങളുടെ റീഡിംഗ് 2 മണിക്കൂറിനുള്ളിൽ തരും. ഒരു വിഷയത്തിൻ്റെ 3 ചോദ്യം ചോദിച്ച് ആ വിഷയം ഫുൾ റീഡിംഗ് പോലെ തന്നെയാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ഇനി വഴിപാടുകളോ പരിഹാരങ്ങളോ ചോദിക്കുകയാണെങ്കിൽ അതിന് വേറെ പൈസ തരണം. ഇതൊക്കെയാണ് എൻ്റെ റീഡിങ്ങിൻ്റെ രീതി. ഏത് വിഷയവും ചോദിക്കാം. അപ്പോൾ ഇനി നമുക്ക് ലവ് ഏഞ്ചൽ മെസ്സേജിലേക്ക് പോവാം. ജോലി പറയുമ്പോൾ ഇത്തരം ജോലികൾ ഞാൻ പറയാറില്ല, അതും ഇതിൽ കാണിക്കാറുണ്ട്. മനസ്സിലായില്ലേ? നൈറ്റ് ഷിഫ്റ്റിലെ ജോലികൾ, ലൈംഗിക തൊഴിലാളികൾ, ഇനി മണ്ണിൽ പണിയെടുക്കുന്നവർ, പല ജോലികളും ഇവിടെ കാർഡുകളിൽ വരാറുണ്ട്. പക്ഷേ ഞാൻ സർക്കാർ ജോലികളോ അല്ലെങ്കിൽ വലിയ വലിയ ജോലികളൊക്കെയാണ് പറയാറുള്ളൂ എന്ന് മാത്രം. എന്താണ് മാലാഖ നമ്മളോട് പറയുന്നത് നോക്കാം. ഹൃദയം തുറന്ന് സംസാരിക്കുക എന്നാണ് പറയുന്നത്. ഞാനിപ്പോൾ സംസാരിച്ചത് ഹൃദയം തുറന്നിട്ടാണ് കേട്ടോ. അൺറിക്വറ്റഡ് ലവ്, ആവശ്യപ്പെടാത്ത പ്രണയം, അങ്ങനെ ആരൊക്കെ പിന്നാലെ നടക്കുന്നുണ്ട്. ഹീലിംഗ് ഫാമിലി ഇഷ്യൂ എന്നാണ് പറയുന്നത്. 1 വേ ലവിന് വേണ്ടിയാണ് ആ കാർഡ് വരുന്നത്. യു ഡിസർവ് എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് അർഹത ഉണ്ട് പ്രണയത്തിന്, അതിനുവേണ്ടി കാത്തിരിക്കാനാണ് പറയുന്നത്. ചില ആളുകൾക്ക് ഫാമിലിയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ചില ആളുകൾക്ക് അർഹത ഉണ്ട്, ചില ആളുകൾ ഹൃദയം തുറന്ന് സംസാരിക്കുന്നില്ല, ചില ആളുകളുടേത് ആവശ്യപ്പെടാത്ത പ്രണയമാണ്, 1 വേ ലവാണ്. അപ്പോൾ ഇത് പല ആളുകൾക്ക് വേണ്ടി വന്നിട്ടുള്ള മെസ്സേജുകളാണ്. ഞാൻ സംസാരിച്ചപ്പോൾ പല കാര്യങ്ങളിലേക്കും പോയില്ലേ. ചില കാര്യങ്ങൾ നിങ്ങൾ അറിയേണ്ടതുണ്ട്. വേഗം കാര്യം പറഞ്ഞിട്ട് പോ എന്ന് പറഞ്ഞ് അസഹിഷ്ണുക്കളായ ആൾക്കാരാണ് ഇവിടെ കാണാൻ വരുന്നത്. അത് കൗമാരക്കാരായിരിക്കണം. കാരണം ഇത്തരക്കാർ കാമുകിയുമായിട്ടോ കാമുകന്മാരുമായിട്ടോ മുന്നോട്ട് പോവുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ എന്തെങ്കിലും 2 വാക്ക് പറയുമ്പോഴേക്ക് നേരെ കാര്യത്തിലേക്ക് വാ എന്ന് പറയുന്ന അസഹിഷ്ണുക്കൾക്ക് കാമുകനെ കാമുകിയെ മനസ്സിലാക്കാനുള്ള ക്ഷമ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് കൗമാര പ്രണയങ്ങളെല്ലാം തകർച്ചയിലും ആത്മഹത്യയിലും പോയി അവസാനിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഡിറ്റാച്ച്മെൻറ്റിലേക്ക് പോവാം. അകൽച്ച വന്നവരുണ്ട്, കമ്മിറ്റ്മെൻറ്റ് ഉള്ള ആൾക്കാരുമുണ്ട്, ഐ ഹേറ്റ് യു എന്ന് പറയുന്നവരുമുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മുടെ പങ്കാളിയായിരിക്കണം ഏറ്റവും കൂടുതൽ ക്ഷമയുള്ള, നമ്മളെ മനസ്സിലാക്കാൻ കഴിവുള്ള ഒരാൾ. അതല്ലാത്ത ഒരു പങ്കാളിയാണ് നിങ്ങൾക്ക് എങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് അവരുമായിട്ട് ഗുഡ് ബൈ പറയുക. മനസ്സിലായില്ലേ? ഇങ്ങനെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ചില ആളുകളുടെ താഴത്തെ കമൻറ്റ് കണ്ടിട്ടാണ് ഞാൻ പറയുന്നത്. ഒരു റീഡിങ്
നമ്മൾ ഇവിടെ കാർഡ് കിട്ടുന്നു, അതിൻ്റെ ഫലങ്ങൾ പറയുന്നു, അതിൻ്റെ കൂട്ടത്തിൽ പല കാര്യങ്ങളും പറയുന്നു. അത് കേൾക്കാൻ ക്ഷമയില്ലാതെയാണ് താഴെ അപമാനിക്കുന്ന രീതിയിലുള്ള കമൻ്റ് ഇടുന്നത്. വേഗം കാര്യം പറഞ്ഞിട്ട് മാറിപ്പോകുന്നു, അല്ലെങ്കിൽ കാര്യം മാത്രം പറ. എന്തിനാണ് വഷളത്തരം പറയുന്നത്? ഇങ്ങനെയൊക്കെയുള്ള കമൻ്റ് ഇട്ടാൽ അപ്പോൾ അത് കേൾക്കാനുള്ള ക്ഷമയില്ലാത്ത ആൾ ഒരു കാമുകനെ കാമുകയെ മനസ്സിലാക്കാനുള്ള ക്ഷമ ഉണ്ടാവുമോ? അപ്പോൾ നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരാളെ ഇനി നിങ്ങളെ കേൾക്കുക മാത്രമല്ല നിങ്ങളും കേൾക്കണം. അവർക്ക് പറയാനുള്ള കാര്യം നിങ്ങളും കേൾക്കുക. അങ്ങനെ ആകുമ്പോൾ തന്നെ പ്രണയത്തിലെ പകുതി പ്രശ്നങ്ങൾ മാറും. മനസ്സിലിങ്ങനെ കൂട്ടലും കിഴിക്കലും നടത്തുന്നവർക്കാണ് തെറ്റ് പറ്റുന്നത്. മനസ്സിലായോ? ഇന്നത്തെ മോട്ടിവേഷൻ എന്താണെന്ന് മനസ്സിലായോ? അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ ഈ ചെറിയ റീഡിങ് അവസാനിപ്പിക്കാം. ഭഗവാൻ എല്ലാവരുടെ കൂടെ ഉണ്ടാവട്ടെ. ഭഗവാൻ വഴി കാണിക്കട്ടെ. പോസിറ്റീവായിരിക്കുക.